Hi students, welcome to Excel Academy online classes. എൻ്റെ പേര് ഷെരൺ, ഞാൻ കെമിസ്ട്രി എഡ്യൂക്കേറ്ററാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLCയിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്യാസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ള ചാപ്റ്ററാണ്. സോ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 2 സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്ററിന് ഈ ഇയറിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. 2 സെക്ഷനായിട്ടാണ്. ഒന്ന് ഗ്യാസ് ലോസ് ആൻഡ് രണ്ടാമത്തത് മോൾ കൺസെപ്റ്റ്, അതായത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. അപ്പം ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലോസ് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ മോൾ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ വാതകങ്ങളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വാതകത്തെക്കുറിച്ചുള്ള നിയമങ്ങളും അതിൻ്റെ കൂടെ തന്നെ മോൾ സങ്കല്പനവും. ഇങ്ങനെ 2 സെക്ഷനാക്കിയിട്ടാണ് ഈ ചാപ്റ്ററിന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇയറിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ളത് ഗ്യാസസിനെ കുറച്ച് പ്രത്യേകതകൾ, വാതകങ്ങളുടെ പ്രത്യേകതകൾ, വാതകങ്ങളെക്കുറിച്ചുള്ള സവിശേഷതകൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചതിന് ശേഷം അതിൻ്റെ ആ സവിശേഷതകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാതക നിയമങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. വ്യത്യസ്ത സയൻറ്റിസ്റ്റുകൾ വാതക നിയമങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് വാതകങ്ങളുടെ ഗുണങ്ങളും സവിശേഷതകളും, അതായത് പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 3 നിയമങ്ങളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ആ 3 നിയമത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ വാതകങ്ങളുടെ ഗുണങ്ങളും അവയുടെ സവിശേഷതകളാണ്. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം ഈ സവിശേഷതകൾ, 6 സവിശേഷതകളാണ്. ബേസിക്കലി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും. അത് ഒന്ന് റീകളക്ട് ചെയ്യുക. പുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിലോട്ട് എഴുതി വെക്കുക. അപ്പം ഈ പാഠം പഠിക്കുമ്പോൾ എപ്പോഴും വലിച്ചു വാരി ഒരുമിച്ച് പഠിക്കാതെ സെക്ഷനായിട്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ലോസ് ആണ്, വാതക നിയമങ്ങളാണ്. ആ വാതക നിയമങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സവിശേഷതകൾ, ഗുണങ്ങൾ എന്നിവ പഠിച്ചതിന് ശേഷം വാതക നിയമങ്ങൾ പഠിക്കും, അതിൻ്റെ ഇക്വേഷൻ പഠിക്കും. അതാണ് ഒരു സെക്ഷൻ. രണ്ടാമത്തത് ആണ് മോൾ സങ്കല്പനം. അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് ക്വസ്റ്റ്യൻസും ഇതിൽ വരിക. സോ let's start our class. First of all, we are going to discuss about some basic characteristics of gases. വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില സവിശേഷതകൾ എന്തിൻ്റെ, വാതകങ്ങളുടെ. അപ്പോൾ നോക്കാം. ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ. ഈ വാതക നിയമങ്ങളിൽ എത്തിപ്പെടുന്നതിന് മുന്നേ നമുക്ക് ഈ 3 പോയിൻ്റാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ്, വാതകങ്ങളുടെ സവിശേഷതകൾ. രണ്ടാമത്തത് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്, വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും താപനിലയും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മോൾ കൺസെപ്റ്റിനെ കുറിച്ച് ഇപ്പോൾ ആരും ബോധേഡാവണ്ട. ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, സാർ മറ്റേ GMM എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പോലെ GAM എങ്ങനെ മനസ്സിലാകുന്നത്, കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും ബോധേഡാവണ്ട. 2 സെക്ഷനാണ് ആദ്യം മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഗ്യാസ് ലോസ് എന്നുള്ള സെക്ഷനാണ് പോകുന്നത്. അപ്പോൾ അത് വളരെ തിയററ്റിക്കലായിട്ടുള്ള പാർട്ടാണ്. ഇത് ഇന്ന് തന്നെ അങ്ങ് പഠിച്ച് തീരുക, ക്ലാസ് കഴിയുന്നതോടെ പഠിച്ച് തീരുക. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. വളരെ ഈസിയാണ്. അപ്പോൾ തിയററ്റിക്കലായിട്ടുള്ള പാർട്ടാണ്, നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന സെക്ഷനാണ്. ഈ പാഠത്തിൻ്റെ ഒരു ഭാഗത്തിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാം കൂടി തലയിലേക്ക് കയറ്റണ്ട. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ്, വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. അതിൽ നിന്നാണ് ഈ സവിശേഷതകളും ഈ ഗുണങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വാതക നിയമങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ബേസിക്കായിട്ട് ആദ്യം പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എടുക്കാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകൾ? അങ്ങനെ ഞാൻ പറഞ്ഞു 6 സവിശേഷതകൾ അല്ലെങ്കിൽ 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. ഉയർന്ന ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ തന്നെയാണ്, ഒരു പേപ്പറായിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാൽ 10th നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ്, അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ക്യാരക്ടറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ അറിയാം, വാതകങ്ങളാണ്. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്യാരക്ടർ, അല്ലെങ്കിൽ സവിശേഷത പറഞ്ഞത്. ഓരോ ഗ്യാസിലും ഹൈഡ്രജൻ, ഇവിടെ കുറച്ച് ഗ്യാസസിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ഒരു ഗ്യാസാണ്, കാർബൺ ഒരു ഗ്യാസാണ്, ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെ അനേകം ഗ്യാസുകൾ നമുക്കറിയാം അല്ലേ. പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഒരുപാട് ഗ്യാസസിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഈച്ച് ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്ൻ, ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ. ഈ വേർഡൊക്കെ ഇവിടെ നോട്ട് ചെയ്യണം. എന്തിനാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്നുള്ളത്. തന്മാത്രകൾ, മോളിക്യൂൾ, ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പം ആവശ്യമുള്ള കാര്യങ്ങളാണ്. സോ ജസ്റ്റ് അണ്ടർലൈൻ ദ വേർഡ് മോളിക്യൂൾ. ഓരോ
ഗ്യാസ് പാർട്ടിക്കിളിലും ഗ്യാസിലും അതിസൂക്ഷ്മ മീൻസ് മൈന്യൂട്ടായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ടുള്ള തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് വളരെ സിമ്പിളാണ്. സോ അതിൽ ഞാൻ പറഞ്ഞു, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ടേം ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു വേർഡ് മോളിക്യൂളുകൾ, തന്മാത്രകൾ. ഓക്കെ, ഇനി അടുത്ത സവിശേഷത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ് നമ്പർ 2. വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയൂം ഓഫ് എ ഗ്യാസ് ദ റിയൽ വോളിയൂം ഓഫ് എ മോളിക്യൂൾ ഈസ് വെരി ലെസ്. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസാരമാണ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക്സിന് പറയുക, അതായത് ടോട്ടൽ വോളിയം, ഒരു ഗ്യാസ് ഇപ്പോൾ 10 ലിറ്റർ ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 ലിറ്റർ ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ലിറ്ററിലാണല്ലോ ഗ്യാസ് നമ്മൾ പറയുക, ലിറ്റർ ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന എനി ഗ്യാസ്, ഇപ്പോൾ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ആവാം, ഓക്സിജൻ ആവാം, കാർബൺ ആവാം, നൈട്രജൻ ആവാം, ആർഗൺ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെടുത്താലും അതിലടങ്ങിയ ഈ തന്മാത്രകളുടെ എണ്ണം അതിൻ്റെ ടോട്ടൽ വോളിയത്തിനേക്കാളും ഇപ്പോൾ 10 ആണെങ്കിൽ വളരെ നമ്പർ ഓഫ് മോളിക്യൂൾസ് വളരെ കുറവായിരിക്കും. തന്മാത്രകളുടെ എണ്ണം യഥാർത്ഥത്തിൽ കമ്പയർ ചെയ്യുമ്പം വളരെ നിസ്സാരമായിട്ടുള്ള നെഗ്ലിജിബിൾ എമൗണ്ടേ ഉണ്ടാവുള്ളൂ. തേർഡ് ക്യാരക്ടർ, ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അതറിയാലോ, 9th നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉള്ളത്, ഒന്ന് സോളിഡ്, ഒന്ന് ലിക്വിഡ്, ഒന്ന് ഗ്യാസ്. സോ ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും ഏറ്റവും ഫ്രീ മൊമെൻറ്റം ഉള്ളത് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസിന് ഫ്രീ മൊമെൻറ്റം ഉള്ളത് ആർക്കാണ്? ഗ്യാസ് മോളിക്യൂൾസിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ വാതകാവസ്ഥയിലിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, ഫ്രീഡം ടു മൂവ്മെൻറ്റ്, അതായത് ചലന സ്വാതന്ത്ര്യം ഉള്ളത് എന്ന്. കാരണം എന്താണ്? ഗ്യാസസ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? റാൻഡം മോഷനാണ്. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഡയറക്ഷനൊന്നുമില്ല. റാൻഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അത് റാൻഡംലി മൂവ് ചെയ്യുന്നു. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ഈസിയാണ്. റാൻഡം മോഷൻ പോസിബിൾ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് വലിയൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അതിൽ കൂടുതൽ എന്താണ്? മോളിക്യൂൾസ് വളരെ വിട്ടിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുപ്പിയിൽ ഓൾറെഡി ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു ബാരലൊക്കെ എടുക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവില്ലേ? നമ്മുടെ കൈ എങ്ങനെ കുപ്പിയിലേക്ക് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. അതേസമയം കുറച്ച് ചരലോ എന്തെങ്കിലും മണലോ ഒക്കെ നിറച്ചിട്ട് ഒരു ബോട്ടിലേക്കാണ് നമ്മൾ കഴിയുന്നത്, കൈ അങ്ങനെ എളുപ്പത്തിൽ കിടന്നത്. കാരണം എന്താ? ആ മോളിക്യൂൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. പക്ഷേ ഗ്യാസസ് മോളിക്യൂൾസ് എന്തല്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നോർമൽ ഇവിടെ കൈയൊക്കെ ജസ്റ്റ് വീശാൻ പറ്റും. ഇങ്ങനെ നമ്മളെ മോളിക്യൂൾസ് തട്ടുന്നുണ്ടോ? ഇല്ല. അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ബട്ട് ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസസ് ആണ്. ഇവിടെ മൊത്തത്തിൽ കല്ലും മണ്ണൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കൈയൊക്കെ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ പറ്റില്ല. സോ അതാണ് തന്മാത്രകൾ. അത് ഈ സവിശേഷത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഗ്യാസിന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടർ മൂലമാണ് എന്താണ്? തന്മാത്രകൾ റാൻഡം മോഷനിൽ ഏർപ്പെടാൻ പറ്റുന്നത്. വളരെ എല്ലാ ദിശകളിലും റാൻഡം മോഷൻ അല്ലെങ്കിൽ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള തന്മാത്രകൾ ഹൈഡ്രജനോ ആരെങ്കിലും ഒരു ബാരലിൽ നമ്മളിങ്ങനെ ഒരു ഗ്യാസിന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കോപ്പിൽ വെച്ച് കാണാം ഇവിടെയൊക്കെയുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? വളരെ ഈസിലി ഇങ്ങനെ റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് പ്രോപ്പർട്ടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഫോർത്ത് പ്രോപ്പർട്ടി. ഇത് ഇത് നല്ലോണം ശ്രദ്ധിക്കുക. എന്താണത്? 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ആസ് എ റിസൾട്ട് ഓഫ് ദ റാൻഡം motion, the gaseous molecules, they collide with each other and also collide with the walls of a container. This collision causes gas pressure. Very very important term, gas pressure. ഗ്യാസ് പ്രഷറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നല്ലോണം നോട്ട് ചെയ്ത് നോക്കാം. ക്രമരഹിതമായ ഈ ചലനത്തിൻ്റെ ഫലമായി, അതായത് വളരെ റാൻഡം എന്ന് പറഞ്ഞാൽ ക്രമരഹിതമായ ചലനത്തിൻ്റെ ഫലമായി എന്ത് ചെയ്യും? ഇങ്ങനൊരു ബാരലിൽ നമ്മളൊരു ഗ്യാസിനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നൈട്രജൻ ഗ്യാസിനെടുത്തു എന്നിരിക്കാം. ഈ ബാരലിലൂടെ ഇതിങ്ങനെ റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും മോളിക്യൂൾസ് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വാൾസ് ഓഫ് കണ്ടെയ്നർ, ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഇത് ഉൾക്കൊണ്ടിട്ടുള്ള ആ പാത്രം, അതിൻ്റെ ഉള്ളിൽ അത് ഈ മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കും. അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൻ്റെ, അത് ഏതിലാണോ നമ്മൾ ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുള്ളത്, മേ ബി സിലിണ്ടർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടംബ്ലേഴ്സ് ആവാം, പാത്രങ്ങളാവാം, ആ മോളിക്യൂൾസ് പരസ്പരം
കൊളൈഡ് ചെയ്യും ഒബ്വിയസ്ലി അല്ലേ. വളരെ റാൻഡംലി നമ്മൾ ഓടി കളിക്കുമ്പോൾ എന്ത് ചെയ്യും, കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്, ഇടിച്ചു വീഴാനൊക്കെ സാധ്യത. അതേപോലെ ഗ്യാസസ് മോളിക്യൂൾസ് 1 2 3 ഇങ്ങനെ ഓടി കളിക്കൊണ്ടിരിക്കുമ്പം റാൻഡംലി കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ഓൾസോ ഇറ്റ് ഹിറ്റ് അല്ലെങ്കിൽ കൊളൈഡ് ദ വാൾസ് ഓഫ് എ കണ്ടെയ്നർ. അത് എന്തിനാണോ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആ വാൾസിലും അത് ഇടിക്കും. ഇത്തരത്തിലുള്ള കൊളീഷൻസ് അല്ലെങ്കിൽ കൂട്ടിമുട്ടലുകളാണ് വാതകത്തിൻ്റെ മർദ്ദത്തിന്, ഗ്യാഷസിൻ്റെ വാതക മർദ്ദം എന്നുള്ള ഈ ഒരു ക്യാരക്ടർ അല്ലാത് അത് പ്രോപ്പർട്ടിയാണ്. അപ്പം ഇത്തരത്തിലുള്ള എന്ത് അപ്പോൾ നമ്മൾ റാൻഡം മോഷൻ എന്നുള്ള സവിശേഷത പറഞ്ഞു. ആ റാൻഡം മോഷൻ ഇപ്പോൾ ജസ്റ്റ് റിലേറ്റഡ് ആയിട്ട് പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യരുത്. കാര്യം ഈ റാൻഡം മോഷൻ എന്നുള്ള സവിശേഷത പറഞ്ഞു. ആ റാൻഡം മോഷൻ എന്നുള്ള സവിശേഷതയിൽ നമ്മൾ എന്തിലെത്തി, ഗ്യാഷസ് പ്രഷറിലേക്ക് എത്തിയില്ലേ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ്. അപ്പം ഈ റാൻഡം മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റാൻഡം കൊളീഷൻസിനെ കൊണ്ട്, എങ്ങനെയുള്ള കൊളീഷൻസ്, മോളിക്യൂൾസ് നമ്മൾ കൊളൈഡ് ചെയ്യും അല്ലേ, മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. അതുപോലെ തന്നെ അത് കണ്ടെയ്ൻ ചെയ്യുന്ന വോൾ എന്താണോ പാത്രത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ വാൾസിലും ഉണ്ട്. അത്തരത്തിൽ അനുഭവപ്പെടുന്ന ആ കൊളീഷൻ മൂലം അനുഭവപ്പെടുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു എനർജിയാണ് എന്തെന്ന് പറയുന്നത്, ഗ്യാഷസ് പ്രഷർ എന്ന് പറയുന്നത്. സോ ഈ 4th ക്യാരക്ടറിസ്റ്റിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. Then 5th one, as the collision of the molecules are perfectly elastic in nature, there is no loss of energy. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, എലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എലാസ്റ്റിസിറ്റി ഉള്ള 2 വസ്തുക്കൾ തമ്മിൽ ഇടിക്കുമ്പോൾ എന്തുണ്ടാവില്ല, അതിൻ്റെ ആ ഇടിയുടെ ആഘാതം വളരെ കുറവായിരിക്കും അല്ലേ. ഇപ്പം നമ്മളൊരു ഒരു ഇരുമ്പ് കഷ്ണങ്ങൾ 2 തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ആലോചിക്കാം. ആ ഇടിയുടെ ആഘാതം കുറവായിരിക്കുമോ? ഇല്ല, ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് പൊടിഞ്ഞ് തകർന്നു പോകും. പക്ഷേ 2 റബ്ബർ ബോളുകൾ തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഫോഴ്സിൽ എറിഞ്ഞാലും ആ കൊളീഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കില്ല, ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് 2 ബോൾസിനും സംഭവിക്കില്ല. സോ അത്തരത്തിലുള്ള എലാസ്റ്റിക് കൊളീഷനാണ്. എലാസ്റ്റിക് കൊളീഷൻ മീൻസ് എന്താണ്, ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. ഓക്കെ, വാതകം മാത്രമുള്ള കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും എലാസ്റ്റികത സ്വഭാവമുള്ളതിനാൽ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഉദാഹരണം ആലോചിച്ചാൽ മതി, ഒരു ജീപ്പും ഒരു ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുക. ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഇറ്റ് ഈസ് മെറ്റൽസ് ആണ് അല്ലേ, ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് തമ്മിൽ ഇടിക്കുമ്പോൾ അത് ഡിസ്ട്രക്ഷൻ സംഭവിക്കും, ഷേപ്പിൽ മാറ്റം വരും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നത്, എനർജി ട്രാൻസ്മിഷൻ നടന്നു അല്ലേ. നല്ല ഒരു ഇടിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ 2 റബ്ബർ കട്ടകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ആലോചിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അത് ഇടിക്കും, റീബൗണ്ട് ചെയ്ത് ബാക്കോട്ട് പോകും. അതിൽ കൂടുതലായിട്ട് തന്നെ ഷേപ്പിൽ വ്യത്യാസം വരില്ല. അപ്പം ആ എനർജി എന്തായും ലോസ് ചെയ്യാതെ ഒന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാതെ അവിടെ നിൽക്കും. സോ അത്തരത്തിലുള്ള കൊളീഷൻസ് ആണ്, അത്തരത്തിലുള്ള കൂട്ടിമുട്ടലുകളാണ് എന്തുള്ളത്, ഗ്യാഷസ് മോളിക്യൂൾസിന് ഉള്ളത്. പിന്നെ ലാസ്റ്റ് വൺ, ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് എ കണ്ടെയ്നർ. നേരത്തെ നമ്മൾ പറഞ്ഞു കൊളീഷൻ ഉണ്ട്. കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാൾസ് ഓഫ് എ കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന പ്രതലം അല്ലെങ്കിൽ ഒരു പാത്രമാണെങ്കിൽ പാത്രം, ടെംബ്ലർ ആണെങ്കിൽ ടെംബ്ലർ, ഗ്യാസ് കുറ്റി, സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടർ. ഇത്തരത്തിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അത് പോയിട്ട് ആ വാൾസ് കണ്ടെയ്നറിൻ്റെ വാളിൽ പോയിട്ട് കണ്ടെയ്നറിൻ്റെ വാൾ അതിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതലത്തിലേക്ക് അതിനെ വലിച്ചെടുക്കുന്നില്ല. അതവിടെ പോയി റാൻഡം മോഷനിൽ ഇടിക്കുന്നു, തിരിച്ചു വരുന്നു. അവിടെ എനർജി ലോസും വരുന്നില്ല, എനർജി ഗെയിനും വരുന്നില്ല. കാരണം എന്താണ്, എലാസ്റ്റിക് കൊളീഷനാണ്. സോ ആ കണ്ടെയ്നറിൻ്റെ വാളിൽ എപ്പോഴും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതല്ലാതെ അവിടെ ഒരു എനർജി ട്രാൻസ്മിഷൻ വരുന്നില്ല. അതുപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. ഇത്രയാണ് 6 ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 6. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു, ഈ 4th വൺ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഓർത്ത് വെക്കണം. കാരണം ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ 4th വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, തിരിച്ചു പോകാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് 6 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്യാരക്ടറിസ്റ്റിക്സ് 6 ഡിസ്കസ് ചെയ്തു. നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിരിക്കണം. മലയാളം മീഡിയംകാർ മലയാളത്തിൽ എഴുതിയിരിക്കണം. ഞാൻ 2 രീതിയിൽ നോട്ട്സിൽ കൊടുത്തിട്ട് 2 പേർക്കും ഉപകാരപ്പെടാനാണ്. ക്ലാസ് കോമൺലി ആകുമ്പം ഈ ചാപ്റ്റർ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഈ തരത്തിൽ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള ഒരു ഭാഗത്തിൽ 6 ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 4ാമത്തെ ആ ക്യാരക്ടർ. എത്രയും കാര്യങ്ങൾ നോട്ടിലേക്ക് എഴുതി പകർത്തി വെച്ച് വൃത്തിക്ക് പഠിക്കണം. നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും താപനിലയും തമ്മിലുള്ള എന്താണ് അതൊക്കെ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ വോളിയം, പ്രഷർ,
ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ വോളിയം അഥവാ വ്യാപ്തം. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് എ വോളിയം ഓഫ് എ കണ്ടെയ്നർ വിച്ച് ഇസ് ഓക്യുപ്പൈസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ചെറിയൊരു 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. എന്ത്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും അല്ലേ? വാതകത്തിൻ്റെ വ്യാപ്തം ഇപ്പോൾ നമ്മൾ LPG സിലിണ്ടർ ഇടുന്നു, 14.6 കിലോഗ്രാമാണ് അതിൻ്റെ വ്യാപ്തം. അതിനുള്ളിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ മിഥേൻ ഗ്യാസ് അല്ലെങ്കിൽ ബ്യൂട്ടൻ ഗ്യാസ് എന്തുണ്ടാവും? ഇത്രയും വോളിയം അതിലുണ്ട്. അതായത് വളരെ ഈസി ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വോളിയം എന്ന് പറയുന്നത് ഒരു വാതകത്തിൻ്റെ വോളിയം വാതകത്തിന് ആക്ച്വലി ഇതിൻ്റെ അർത്ഥം എന്താണ്? വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തത്തിനായിരിക്കും എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ആക്ച്വലി വാതകത്തിന് വലിയ വ്യാപ്തമൊന്നുമില്ല, വ്യാപ്തം നിർണ്ണയിക്കാൻ പറ്റില്ല, കാരണം അത് റാൻഡംലി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ ഒരിക്കലും ഇതിൻ്റെ നിശ്ചിതമായിട്ടുള്ള വ്യാപ്തം നമുക്ക് ഒരു കല്ല് നമുക്ക് എടുക്കുകയാണെങ്കിൽ എത്ര വോളിയം ഇത്ര കനമുള്ള ഒരു കല്ലാന്ന് നമുക്ക് പറയാം. പക്ഷേ ഗ്യാസിൻ്റെ കേസിൽ അത് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ ആ മോളിക്കുലർ കൺസിസ്റ്റൻസിൻ്റെ ഇൻ്റർ മോളിക്കുലർ ആയിട്ടുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. എന്നാൽ നിർണ്ണയിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് വാതകത്തിൻ്റെ വ്യാപ്തം നമ്മൾ നിർണ്ണയിക്കുന്നത്? എങ്ങനെയാണ്? അത് എന്തിലാണോ കണ്ടെയ്ൻ ചെയ്യുന്നത് അല്ലേ, ഏത് ടംബ്ലറിൽ ഏത് പാത്രത്തിലാണോ അത് വെക്കുന്നത് അത് വോളിയം. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ഇതിൽ വെച്ചാൽ 1 ലിറ്റർ ഗ്യാസ് അതിലുണ്ടാവും. സോ അതിൻ്റെ വോളിയം നമുക്ക് 1 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയാം, അല്ലെങ്കിൽ 1 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് എന്ന് പറയാം അല്ലേ. സോ ഇത്തരത്തിലാണ് വോളിയവും ഗ്യാസിൻ്റെ വോളിയത്തിൻ്റെ റിലേഷൻ നമ്മൾ പറയുന്നത്. സോ ഗ്യാസിന് എക്സാക്ട്ലി വോളിയം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് എന്തിലാണോ അത് സ്ഥിതി ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ വോളിയം ആയിരിക്കും ഗ്യാസിൻ്റെ വോളിയം. നെക്സ്റ്റ് പ്രഷറാണ്. ഞാൻ പറഞ്ഞു ആ നാലാമത്തെ പോയിൻറ്റിൻ്റെ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഒരു മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു ടേമാണ് ഗ്യാസിൻ്റെ പ്രഷർ. എന്താണ്? ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അതായത് നോക്കൂ, എങ്ങനെയാണ് മർദ്ദം എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തത്? വളരെ ഈസിയാണ്. നമ്മളടുത്ത് പറഞ്ഞു ഗ്യാസസ് കൊളൈഡ് ചെയ്യും, റാൻഡം മോഷനിലോട്ട് കൊളൈഡ് ചെയ്യും. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്യാസ്, ഇഷ്ടമുള്ളൊരു ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ക്യാരക്ടറൊക്കെ പഠിച്ചു, ഗ്യാസസ് മോളിക്യൂൾസ് ഇങ്ങനെ ഓടിക്കളിക്കുന്നതിൻ്റെ കൂടെ അത് റാൻഡം കൊളീഷനിൽ ഇങ്ങനെ കൊളീഷനിൽ ഏർപ്പെടും. കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഇതിപ്പോൾ ഏകദേശം ആ പാത്രത്തിൻ്റെ ഒരു ഭിത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടെയ്നറിൻ്റെ സൈഡ് വാഷ് എന്നൊക്കെ. അപ്പോൾ അത് പരസ്പരം ഗ്യാസസ് മോളിക്യൂൾസ് കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൻ്റെ വോളിലൊക്കെ ഇത് വന്ന് ഇടിക്കാൻ തുടങ്ങും അല്ലേ. ഇത്തരത്തിൽ കണ്ടെയ്നറിൻ്റെ വോളിൽ വന്നിരിക്കുമ്പോഴും അതിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴൊക്കെ ഒരു എനർജി അല്ലേ, ഒരു ബലം നമ്മൾ അവിടെ വിടും, ഒരു ഫോഴ്സ് അവിടെ വിടും, എക്സേർട്ട് ചെയ്യപ്പെടും ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ എക്സേർട്ട്. അങ്ങനെ ഒരു യൂണിറ്റ് ഏരിയയിൽ ഇത്തരത്തിലുള്ള കൂട്ടിമുട്ടലുകൊണ്ടും കൊളീഷനെ കൊണ്ടൊക്കെ അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സാണ് പ്രഷർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതാണ് പ്രഷർ. അങ്ങനെ ഗ്യാസസ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സാണ് പ്രഷർ. ദെൻ നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് താപനില. അതായത് നമ്മളിങ്ങനെ റാൻഡംലി ഇത് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ എനർജി ലെവൽ വേണ്ടി വരും. ആ എത്രത്തോളം എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താപം എന്നുള്ളത് എനർജിയുടെ ഒരു ഫോമാണ് അല്ലേ, ഒരു ഫോം ഓഫ് ഒരു തരത്തിലുള്ള ഒരു ഊർജ്ജ രൂപമാണ് താപം. അത്തരത്തിലുള്ള ഈ റാൻഡം മോഷനിലൊക്കെ ഉള്ള യൂണിറ്റ് വോളിയത്തിൽ അനുഭവപ്പെടുന്ന ആവറേജ് കൈനറ്റിക് എനർജി എന്നാൽ എനർജി റിക്വയർഡ് ടു മൂവ്മെൻറ്റ് അല്ലേ, ചലിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി നമ്മൾ എന്താ പറയുക, കൈനറ്റിക് എനർജി എന്ന് പറയാം. സോ ഇതിലാണ് ടെമ്പറേച്ചർ, വോളിയം ആൻഡ് പ്രഷർ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രഷറിൻ്റെ കേസാണ്. ഓക്കെ, ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ 3 ലോകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ 3 ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബേസിലാണ്. തരത്തിലുള്ള ഈ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഈ 3ൻ്റെയും കൂടി ഗ്യാസിൻ്റെ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, ഈ 3ഉം വരുന്ന ഇൻ്റർ റിലേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 ഗ്യാസസ് ലോയും. സോ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, വോളിയം എന്നുള്ള ഗുണത്തിനെ ഡിസ്കസ് ചെയ്തു, പ്രഷർ എന്നുള്ള ഗുണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ടെമ്പറേച്ചർ എന്ന ഗുണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആരുടെ? ഗ്യാസസിൻ്റെ. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് വ്യത്യസ്തരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ നമുക്ക് വാതക നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 നിയമങ്ങളാണ് പഠിക്കുന്നത്. ആ 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ഈ പാഠത്തിൻ്റെ ഗ്യാസസ് ലോസ്, വാതക നിയമങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഡെഫിനിഷൻസ് ആൻഡ് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. അത് കൃത്യമായിട്ട് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, നോട്ടിലേക്ക് എഴുതുക, അതിൻ്റെ റിലേഷനും ആ ഡെഫിനിഷനും വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, ദെൻ നിങ്ങളെ മാർക്ക് എവിടെയും ലോസ് ആവില്ല. അപ്പോൾ വാതക നിയമങ്ങൾ എന്നുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. എന്തൊക്കെയാണ് വാതക നിയമങ്ങൾ? അപ്പോൾ അടിസ്ഥാനങ്ങളൊക്കെ നമുക്കറിയാം. ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം, 6 ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. അതിൽ തന്നെ 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് മർദ്ദം എന്താണെന്ന് അറിയാം, വോളിയം എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്താണെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളുടെ അറിവ് സയൻറ്റിസ്റ്റുകൾ കിട്ടിയപ്പോഴും അവർ ക്രിയേറ്റ് ചെയ്തെടുത്ത കുറച്ച് ഗ്യാസിനെ കുറിച്ചുള്ള ചില നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബോയിൽസ് ലോ. റോബർട്ട് ബോയിൽ എന്നുള്ള സയൻറ്റിസ്റ്റ് ആവിഷ്കരിച്ച നിയമമാണ് ബോയിൽസ് ലോ. നമുക്ക് ഈ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിലൊക്കെ നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ബോയിൽസ് എന്നുള്ള സയൻറ്റിസ്റ്റ്, റോബർട്ട് ബോയിൽ എന്നുള്ള സയൻറ്റിസ്റ്റ് ഗ്യാസിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ലോ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഇവിടെ ഒരു മീറ്റർ ഗേജ് പോലത്തെ സംഭവമുണ്ട്. അവിടെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ടെമ്പറേച്ചർ അളക്കാനുള്ള സംഭവമുണ്ട്, പ്രഷറുണ്ട്. സോ ടെമ്പറേച്ചർ, പ്രഷർ അല്ലേ, ബോയിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, തിളയ്ക്കുക എന്നർത്ഥം. അപ്പോൾ ബോയിൽസ് ലോ എന്താണ്, ഇറ്റ്സ് റിലേറ്റഡ് ടു ടെമ്പറേച്ചറും അതുപോലെ തന്നെ അതിൻ്റെ പ്രഷറും. എന്നിട്ട് ആ റിലേഷന് എങ്ങനെ വോളിയത്തിൽ, കാരണം ഈ 3 സംഭവമാണ് ടെമ്പറേച്ചർ, അതിനകത്ത് നമ്മൾ പഠിച്ചിട്ട് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ഈ സംഭവങ്ങൾ 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർറിലേറ്റഡ് ആയിട്ട് 3 ആളുകൾ ആവിഷ്കരിച്ച നിയമങ്ങളാണ് ഈ വാതക നിയമങ്ങൾ എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ബോയിൽ നിയമം എന്നുള്ളത് ഇനി മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി, മാറിപ്പോകുന്ന വസ്തുത പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിലും ഓരോ 3 നിയമങ്ങളിലും ഓരോരോ പാരാമീറ്റർ, ഒന്നെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ബോയിൽസ് ലോ എന്താണെന്ന് നോക്കാം. ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ എന്തായാലും ആലോചിക്കുക, ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിളയ്ക്കുക എന്നുള്ളതാണ് അർത്ഥമല്ലേ. തിളയ്ക്കുക നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലും ബോയിൽ ചെയ്യും. അപ്പോൾ ഈ ബോയിൽ ലോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് എന്തൊരു കാര്യമെന്ന് മനസ്സിലാക്കാതെ ജസ്റ്റ് ആ ഒരു പേരും, ബോയിൽ എന്ന് പറഞ്ഞാൽ പേര് മാത്രം കേട്ടോ, അല്ലാണ്ട് അത് ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൊരു ഐഡിയ. ബോയിൽ ചെയ്യുക, തിളയ്ക്കുക. അവിടെ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്തോ സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി എന്താ ബോയിൽസ് ലോ ഡെഫിനിഷൻ പറയണത്? മറ്റേ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അവിടെ കിട്ടി കണ്ടോ, ടെമ്പറേച്ചറാണ് ഇവിടെ കോൺസ്റ്റൻ്റ് കിടക്കുക കിടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്. എന്താണ്, വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള റിലേഷനാണ് എന്ത്, ബോയിൽസ് ലോ. അപ്പോൾ എന്താ ബോയിൽസ് ലോ? അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് is inversely proportional to pressure. If P is the pressure and V is the volume, P into V is a constant. ഒരു സ്ഥിരമായ താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ, ആ മാസിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മാസിന് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം എന്നതിനെ നമ്മൾ പി എന്നും വ്യാപ്തം തന്നെ വി എം എന്നും സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി ഒരു സ്ഥിരസംഖ്യയായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്താണ് ബോയിൽസ് ലോ എന്ന് ആലോചിക്കുക. ബോയിൽ ചെയ്യാൻ അവിടെ എന്താണ്, തിളപ്പിക്കുക എന്ന് ആലോചിക്കുക. തിളയ്ക്കാൻ എന്താ വേണ്ടത്, ടെമ്പറേച്ചറാണ് വേണ്ടത്. ആ ടെമ്പറേച്ചറാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലോ ഏതാണ്, ബോയിൽസ് ലോ. ഓക്കെ, ഈ ഡെഫിനേഷൻ കൃത്യം പഠിക്കുക. ഈ പി ഇൻറ്റു വി ഇസിക്കൽ കോൺസ്റ്റൻ്റ് എന്നുള്ള ഇക്വേഷനും ജസ്റ്റ് പഠിക്കാം. നെക്സ്റ്റ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും എക്സാമിന് ഒരു 1.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചാൾസ് ലോ. ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചാൾസ് ലോ എപ്പോഴും ചോദിക്കാറുണ്ട്. അതെന്താണ്, അതെ കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇവിടെ നമ്മൾ നേരത്തെ എന്തായാലും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചത് ടെമ്പറേച്ചർ. ആ രീതിയിൽ പഠിച്ചാൽ മതി. ഓരോ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, മറ്റു 2 പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വോളിയം പ്രഷർ റിലേഷൻ ആയിരിക്കും, അതേതാണ് ബോയിൽസ് ലോ ആണ്. ഇനി ചാൾസ് ലോയിൽ എന്താ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചത്, പ്രഷറാണ്. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ്. എപ്പോഴും അവർ ശ്രദ്ധിക്കണം, മാസ് എന്നുള്ളത് എപ്പോഴും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ആയിരിക്കണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ഇൻ എ കെൽവിൻ സ്കെയിൽ. ഇഫ് വി ഈസ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഇസ് ടി, ദെൻ വി ബൈ ടി വിൽ ബി കോൺസ്റ്റൻറ്റ്. ആ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ അല്ലേ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വി ബൈ ടി എന്നുള്ളത് ഒരു, അല്ലെങ്കിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, അപ്പോൾ മർദ്ദം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചാൾസ് ലോ. ഇനി ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻ്റ് എങ്കിൽ അത് ബോയിൽസ് ലോ. അപ്പം
ചാൾസ് ലോ പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ഇൻ എ സ്കെയിൽ. അപ്പോൾ ടെമ്പറേച്ചർ, അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ട് ടെമ്പറേച്ചർ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തും കൂടും, വോളിയം കൂടും. അപ്പോൾ ടെമ്പറേച്ചർ വോളിയം റിലേഷനാണ്. വി ഈസ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ, അപ്പോൾ V/T വിൽ ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ, അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോ എന്നുള്ള സയൻറ്റിസ്റ്റ് ആവിഷ്കരിച്ച ലോ ആണ് അവോഗാഡ്രോ ലോ. ആ അവോഗാഡ്രോ ലോ, അതേപോലെ അവോഗാഡ്രോ നമ്പർ, ഈ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് ഈ ചാപ്റ്റർ തീരുന്നവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവോഗാഡ്രോ എന്നുള്ള സയൻറ്റിസ്റ്റ് എന്താണ്, ഗ്യാസസിൻ്റെ വോളിയം, അതിലെ തന്മാത്രകളുടെ എണ്ണവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാവണം. എന്താണ് പറയുന്നത്? അവോഗാഡ്രോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, താപം, മർദ്ദം, അതിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, താപവും മർദ്ദവും സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി കിടക്കാൻ പോകുന്നതാണ്. മോൾ സങ്കല്പനം ഇതൊന്നുമില്ല, വളരെ ജസ്റ്റ് 3 ലോ ഉണ്ട്. ആ ലോൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഇത് പറയുന്നത്. ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷറിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ, അത് ഏത് ഡിഫറെൻറ്റ് നമ്മൾ കുറേ ടെംപ്ലറിൽ ഇതേമാതിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്യാസ് എടുത്തു. ഇതിൽ ഞാൻ നൈട്രജൻ എടുത്തു, ഇതിൽ ഞാൻ ഹൈഡ്രജൻ എടുത്തു, ഇതിൽ ഞാൻ ഓക്സിജൻ എടുത്തു. ഓക്കെ, അപ്പോൾ താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ഈ സിസ്റ്റത്തിലും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ഇതിലും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. ഇതിൽ ഇനി ഈ തരത്തിലുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ വ്യാപ്തം തന്മാത്രയുടെ എണ്ണത്തിൽ നേരനുപാതത്തിലായിരിക്കും. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം. അപ്പോൾ ഇത്രയും ടെമ്പറേച്ചറും വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്ര, ഇതിലിപ്പം 5 ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എത്ര ആയിരിക്കും? 5 ml ആയിരിക്കും. ചിത്രത്തിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ വോളിയം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എന്തിനെ ആശ്രയിച്ചിരിക്കും? തന്മാത്രകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കും. ദിസ് ഈസ് അവോഗാഡ്രോസ് ലോ. നമ്മൾ ഈ 3 വാതക നിയമങ്ങളാണ് പഠിച്ചിട്ടുള്ളത്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ 3 നിയമങ്ങൾ നമ്മുടെ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ വോളിയം, പ്രഷർ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻ വളരെ ഈസിയാണ്, ഞാൻ പറഞ്ഞു. ഈ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, കൂടുതലൊന്നും. ജസ്റ്റ് ഇത് ലോസ് എന്താ മനസ്സിലാക്കുക, ആ റിലേഷൻ മനസ്സിലാക്കുക, പ്രഷർ എന്താ മനസ്സിലാക്കുക, വോളിയം. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഇത് ഇത്ര തന്നെ പഠിക്കാനുള്ളൂ, കൂടുതലൊന്നും ഇനി തലപോകേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മോൾ കൺസെപ്റ്റ് എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് ജമ്പ് ചെയ്യും. അതിൻ്റെ മുന്നേ ഇത് കൃത്യമായിട്ട് തറവായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിക്ക് നോട്ട് എഴുതുക, പഠിക്കുക. then എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, വാട്സപ്പിലാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.